തീയില്ലാതെ പുകയില്ല എന്ന് പറയും പോലെ കാണാൻ ആളുള്ളത് കൊണ്ട് മാത്രമാണ് ഇവർ വീണ്ടും വീണ്ടും കൂടുതൽ വൾഗറായ, ആരെയും അപമാനിക്കുന്ന രീതിയിലുള്ള വീഡിയോകൾ നിർമ്മിക്കുന്നത്. നമസ്കാരം, അമൽ ഫ്ലിക്സിലേക്ക് സ്വാഗതം. സോഷ്യൽ മീഡിയയിലെ പുതിയ കാലത്തെ ധർമ്മദേവന്മാർ, അല്ലെങ്കിൽ നമ്മൾ വിളിക്കുന്ന പോപ്പുലർ ഇൻഫ്ലുവൻസേഴ്സ് അഥവാ കണ്ടന്റ് ക്രിയേറ്റേഴ്സ്, ആരുടെയെങ്കിലും ജീവിതത്തിൽ ഒരു ദുരന്തം സംഭവിച്ചാൽ അല്ലെങ്കിൽ ഒരു കോൺട്രവേഴ്സി ഉണ്ടായാൽ ഇവർക്കത് ഒരു വാർത്ത മാത്രമല്ല, പകരം കേവലം കുറച്ച് വ്യൂസും സബ്സ്ക്രൈബേഴ്സും മാത്രമാണ്. സീക്രട്ട് ഏജന്റ്, അതുൽ വ്ലോഗ്സ് തുടങ്ങി പല പേരുകളിൽ അറിയപ്പെടുന്ന വ്ലോഗർമാർ സത്യത്തിൽ ജനങ്ങൾക്ക് വിവരങ്ങൾ എത്തിക്കുകയാണോ, അതോ ശവത്തിൽ കുത്തുന്ന കഴുകന്മാരെ പോലെ കണ്ടന്റുകൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണോ? അത്രയും മാത്രം പോരാ, ഇവരെ വിമർശിച്ചെത്തുന്ന പുതിയ കൂട്ടർ വേറെയും ഉണ്ട്. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് മലയാളം യൂട്യൂബ് കമ്മ്യൂണിറ്റിയിലെ ഈ ആഭാസകരമായ കണ്ടന്റ് ക്രിയേഷൻ സംസ്കാരത്തെക്കുറിച്ചാണ്. ആദ്യം നമുക്ക് ഈ പറയുന്ന റീച്ച് ഹണ്ടേഴ്സ് അല്ലെങ്കിൽ ഒളിഞ്ഞു നോട്ടക്കാരിലേക്ക് വരാം. ഒരാളുടെ വ്യക്തി ജീവിതത്തിലെ വലിയ തകർച്ചയാകട്ടെ, അല്ലെങ്കിൽ ഒരു സിനിമയുടെ പരാജയമാകട്ടെ, അതുമല്ലെങ്കിൽ ദാമ്പത്യ പ്രശ്നങ്ങളായിക്കൊള്ളട്ടെ, വിൻഡോയ്ക്ക് മുന്നിലിരുന്ന് ക്യാമറ ഓൺ ചെയ്താൽ മാത്രം മതി, വിചാരണ തുടങ്ങുകയായി. കണ്ടന്റ് വേണം, അതിന് ഏത് അതിർവരമ്പും ലംഘിക്കാം എന്നതാണ് ഇവരുടെ രീതി. ഒരു വിഷയത്തിന്റെ ആഴവും പരപ്പും നോക്കാതെ, വസ്തുതകൾ പരിശോധിക്കാതെ ആർക്കെതിരെ എന്തും വിളിച്ചു പറയുക. ജനങ്ങൾക്ക് സത്യം അറിയണം എന്ന വ്യാജേനെ ഇവർ വിളമ്പുന്നത് പലപ്പോഴും വെറും വ്ലോഗർ ലെവൽ ഗോസിപ്പുകൾ മാത്രമാണ്. ശവത്തിൽ കുത്തി ജീവിക്കുന്ന കഴുകന്മാരെ പോലെയാണ് പലപ്പോഴും ഇത്തരക്കാർ പെരുമാറുന്നത്. മറ്റൊരാളുടെ വേദനയോ കണ്ണീരോ ആണ് തങ്ങളുടെ ഗൂഗിൾ പേ അക്കൗണ്ടിലേക്ക് പണമായി മാറുന്നതെന്ന് ഇവർ മറന്നുപോകുന്നു. എന്നാൽ ഇവിടെ കഥ തീരുന്നില്ല. ഈ നാടകത്തിലെ രണ്ടാമത്തെ കൂട്ടരാണ് അതിലും രസകരം. സീക്രട്ട് ഏജന്റിന്റെയോ അതുൽ വ്ലോഗ്സിനെയോ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തുന്ന പുതിയ യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ സെയിൻസ്. ഇവർ വീഡിയോ തുടങ്ങുന്നത് തന്നെ വലിയ ഒരു ധർമ്മ സമരത്തിന് ഇറങ്ങിത്തിരിച്ച ആൾക്കാരെ പോലെയാണ്. അതൊക്കെ മലയാള സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുന്നു, ഇവരെ നമ്മൾ തിരുത്തണം എന്നൊക്കെ പറഞ്ഞ് വലിയ നന്മമരങ്ങളായി ഇവർ പ്രത്യക്ഷപ്പെടുന്നു. പക്ഷെ സത്യം എന്താണ്? ഇവരും ചെയ്യുന്നത് മറ്റൊന്നുമല്ല, വലിയ ഇൻഫ്ലുവൻസേഴ്സിന്റെ പേരും തംബ്നെയിലും വച്ച് അതേ വിഷയം വച്ച് കൗണ്ടർ വീഡിയോ ഉണ്ടാക്കി റീച്ച് ഉണ്ടാക്കുക. തങ്ങൾ വലിയ വിശുദ്ധരാണ്, ഇംഗ്ലീഷിൽ പറഞ്ഞ സെയിൻസ്, ലോകത്തെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുമ്പോഴും ആത്യന്തികമായി ഇവരും ആ വ്യൂസ് എന്ന വിശപ്പിന് തന്നെയാണ് വിഭവങ്ങൾ തേടുന്നത്. സത്യത്തിൽ എന്തുകൊണ്ടാണ് ഇത്തരക്കാർ പെരുക്കുന്നത്? ഉത്തരം വളരെ ലളിതമാണ്. നമ്മൾ തന്നെയാണ് കാരണം. സെൻസേഷണൽ വാർത്തകൾ കാണാനും മറ്റുള്ളവരുടെ സ്വകാര്യതയിലേക്ക് ഒളിഞ്ഞു നോക്കാനുമുള്ള പ്രേക്ഷകരുടെ ആകാംക്ഷയാണ് ഈ യൂട്യൂബ് അൽഗോരിതവും ഇവരും ചേർന്ന് ചൂഷണം ചെയ്യുന്നത്. കഴമ്പില്ലാത്ത ഒരു റോസ്റ്റ് വീഡിയോയ്ക്കോ ചീപ്പ് വിവാദങ്ങൾക്കോ കിട്ടുന്ന ലക്ഷക്കണക്കിന് വ്യൂസ് നല്ലൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയ്ക്ക് കിട്ടാറില്ല. തീയില്ലാതെ പുകയില്ല എന്ന് പറയും പോലെ കാണാൻ ആളുള്ളത് കൊണ്ട് മാത്രമാണ് ഇവർ വീണ്ടും വീണ്ടും കൂടുതൽ വൾഗറായ, ആരെയും അപമാനിക്കുന്ന രീതിയിലുള്ള വീഡിയോകൾ നിർമ്മിക്കുന്നത്. യൂട്യൂബിൽ ഉള്ളടക്കം ഉണ്ടാക്കുന്നത് തെറ്റല്ല, നിർമ്മാതാക്കൾക്ക് അതിലൂടെ വരുമാനം ലഭിക്കുന്നതും സ്വാഭാവികമാണ്. കണ്ടന്റ് ക്രിയേഷൻ ഈസ് ഓൾവേസ് ഗുഡ്. എന്നാൽ ആ വരുമാനം മറ്റൊരാളുടെ കണ്ണീരിൽ നിന്നോ വ്യക്തിഹത്യയിൽ നിന്നോ ആകരുത്. ഇനി സ്വയം വിശുദ്ധരാകാൻ ശ്രമിക്കുന്ന വിമർശകരോടാണ്, നിങ്ങളും ഈ സിസ്റ്റത്തിന്റെ ഭാഗം തന്നെയാണ്. ആരെങ്കിലും തിരുത്താനാണ് ശ്രമമെങ്കിൽ അത് വെറും റീച്ചിന് വേണ്ടിയുള്ള നാടകം ആകാതിരിക്കട്ടെ. ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ എന്ത് കാണണം, ഏതിനെ പ്രോത്സാഹിപ്പിക്കണം എന്നത് നമ്മുടെ തീരുമാനമാണ്. ഈ കഴുകന്മാർക്ക് ഇരയായി കൊടുക്കണോ, അതോ അതൊക്കെ അവഗണിച്ച് മാറ്റിവെക്കണോ? തീരുമാനം നിങ്ങളുടേതാണ്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി. Thanks for watching. Don't forget to subscribe to the channel. Check out these other videos we feel like.